ഹായ് ഹലോ കൂട്ടുകാരെ, ഇറ്റ്സ് മീ അമീൻ കരീം. അപ്പോൾ നമ്മൾ ഈ ലവ് അണ്ടർ ദ സ്റ്റാർസ് എന്ന ഈ ഒരു മിനി ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതിനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തവരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. എന്നിൽ നിന്നുണ്ടായ എന്തെങ്കിലും കുറ്റം കൊണ്ടാണെങ്കിൽ അത് എന്നാൽ കഴിയുന്ന വിധത്തിൽ എനിക്ക് മറികടന്ന് വന്ന് നിങ്ങളിലേക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കും. സോ നിങ്ങളെ ഇനി ഞാൻ അധികം ബോറടിപ്പിക്കാതെ നമുക്ക് ഈ ഒരു മിനി ഡ്രാമയുടെ ഫൈനൽ പാർട്ടിലേക്ക് പോകാം. ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഇവരെല്ലാവരും നേരെ ചെന്ന് ചാടിക്കൊടുക്കുന്നത് ആ ഒരു ഗ്രൂപ്പിന് തന്നെ ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹെഡിന്റെ ഫ്രണ്ടിലേക്കാണ്. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഹെഡിന്റെ അടുത്ത് പറഞ്ഞത്, ഇതേപോലെ എൻ്റെ അടുത്ത് തെറ്റായ രീതിയിൽ ഇവർ നടന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെല്ലാം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു ടെർമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഇത് ഞാൻ അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തായാലും വാൺ ചെയ്തേനെ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾ ഈ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ടീമിന് ഞങ്ങൾ അനുവാദം തന്നിരിക്കണമെന്നെല്ലാം ഈ പുള്ളിക്കാരൻ വാക്ക് കൊടുക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതൊക്കെ ആഘോഷിക്കാനായിട്ട് വെള്ളമൊക്കെ അടിച്ച് കിറങ്ങിയിട്ട് നടക്കാൻ പോലും വയ്യാതെ. സോ നമ്മുടെ ഹീറോ കഷ്ടപ്പെട്ട് മുതുകിലൊക്കെ ചുമന്നുകൊണ്ട് തന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് ഒച്ചപ്പാടും വെള്ളം തന്നെയാണ് വീട്ടിലേക്ക് വരുമ്പോൾ. സോ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സോഫയിൽ കയറി നിന്നിട്ട് ഇതേപോലെ ഈ ചെരുപ്പൊക്കെ എടുത്ത് നമ്മുടെ ഹീറോയുടെ മേലെ എറിയാനാണ് കാലിട്ടേച്ച. ശേഷം എനിക്ക് ചൂടെടുക്കണമെന്ന് പറഞ്ഞ് ഡ്രസ്സും കൂടി ഇങ്ങനെ അഴിക്കാൻ വേണ്ടി വരുമ്പോൾ വേണ്ട 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 ഡ്രസ്സൊന്നും അഴിക്കണേ, ഞാൻ നിനക്ക് വേണമെങ്കിൽ ഫാൻ ഇട്ടിരാന്നെല്ലാം പറഞ്ഞ് ഹീറോ ഇങ്ങനെ സമാധാനിപ്പിക്കണാണ്. ശേഷം ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് നിർത്താതെ പാട്ട് പാടാൻ തുടങ്ങാണ്. അപ്പൊ തന്നെ ഹീറോ എന്നിട്ട് വാ പൊത്തി പിടിക്കാൻ നോക്കണാണ്. പാട്ടിപ്പം നീ പാടല്ലേ അടുത്തുള്ളവരെല്ലാവരും എന്ത് വിചാരിക്കും, അങ്ങനെ ഞാൻ പാട്ട് പാടാതിരിക്കണമെങ്കിൽ നീ എനിക്ക് നല്ലൊരു പാട്ട് പാടി തന്നെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറയണേ. നമ്മുടെ ഹീറോയ്ക്കും വേറൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കിടന്ന് പാട്ട് പാടണാണ്. ശേഷം ഹീറോ നിർത്താൻ നേരത്ത് ഹീറോയിനാണെങ്കിൽ സമ്മതിക്കത്തില്ല. അങ്ങനെ ആ ഒരു രാത്രി പകുതി വരെ ഹീറോയിനെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കുന്നതാണ്. അവസാനം ഹീറോ ദേഷ്യം കയറിയിട്ട് ഞാൻ 11 തവണ പാട്ട് പാടി, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ സമ്മതിക്കുന്നില്ല. സോ ഹീറോ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ഹീറോയിൻ്റെ കൈ ഇങ്ങനെ ലോക്ക് ചെയ്യണാണ്. ഹീറോയിൻ എന്ത് വിചാരിച്ചു എന്ന് അറിയത്തില്ല, നമ്മുടെ ഹീറോയെ ആണെങ്കിൽ കിസ് ചെയ്യാൻ തോന്നുകയാണ്. സോ ഹീറോയിനും കിസ് ചെയ്യാനാണ്. നമ്മുടെ ഹീറോക്കും ലോട്ടറി അടിച്ച ഒരു ഫീലില് ഹീറോയിൻ തിരിച്ച് കിസ് ചെയ്യാനാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെള്ളം അടിച്ച് ബോധമില്ലാത്ത നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നുകൊണ്ട് തന്നെ ഹീറോയെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ ഹീറോ കാണാതെ നേരെ ഓഫീസിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഹീറോയിനും ആണെങ്കിൽ ഹീറോക്ക് മെസ്സേജ് ഇട്ടേക്കുവാണ്, ഇന്ന് നിനക്ക് ലീവാണ്, നീ ഓഫീസിന്റെ ഭാഗത്തേക്ക് വരാനേ പാടില്ല എന്നെല്ലാം പറയണാണ്. ശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോ വീട്ടിൽ നിന്ന് ഹീറോയിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും, അതിങ്ങനെ എടുത്ത് നോക്കണേ. ആ ഫോട്ടോ നോക്കിയിട്ട് ഹീറോയിനാണെങ്കിൽ അവൻ എൻ്റെ മേൽ ഭയങ്കരമായിട്ടുള്ള പ്രണയമാണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുന്നത്. അയ്യോ, അതുകൊണ്ടായിരിക്കും അവൻ ഇന്നലെ രാത്രി കിസ്സൊക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് അവൻ്റെ മേൽ ഒരു ഫീലിങ്സും ഇല്ല, ഞാനങ്ങനെ അവനെ റിജക്റ്റ് ചെയ്ത് അവൻ സൂയിസൈഡ് ചെയ്തതിനാൽ എൻ്റെ പൊന്നും എനിക്കത് ആലോചിക്കാനേ വയ്യ. എൻ്റെ ദൈവമേ, ഞാൻ വന്ന് വിട്ടേക്കണ വലിയ പ്രശ്നത്തിലാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് പുലമ്പണാണ്. ഇതേ സമയം ഫിയാൻസി ആണെങ്കിൽ ആ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ നമ്മുടെ ഹീറോയിൻ്റെ കമ്പനി എല്ലാ തടകളും പൊളിച്ച് ആ ഒരു ഇതിലേക്ക് വന്നേക്കുന്ന കാര്യം മനസ്സിലാക്കി ആകെ ടെൻഷനായിട്ട് ഇതേപോലെ മോഡലിനെ വിളിച്ചിട്ട്, നീ ആ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ ഞാൻ നിനക്ക് കുറേ പൈസ തരാമെന്ന് പറഞ്ഞാണ്. സോ പൈസ ആവശ്യപ്പെട്ടിട്ട് ഇതേപോലെ ആ ഒരു പെൺകുട്ടിയും പിന്മാറണാണ്. സോ ഹീറോയിനാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ നിന്നിട്ട് ഹീറോയിന് ഒരു ഐഡിയ ഇട്ടണാണ്, നമ്മുടെ ഹീറോയെ മോഡലാക്കാൻ പോണേന്ന് പറയുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇത് സമ്മതിക്കില്ല. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് റിക്വസ്റ്റ് അല്ല ചെയ്തത്, ജസ്റ്റ് ഇൻഫോമാണ് ചെയ്തത്, നീ എൻ്റെ അസിസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നീ ഒരക്ഷരം പോലും തിരിച്ച് പറയാതെ കേൾക്കണം എന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ ഹീറോയെ ഇങ്ങനെ പറഞ്ഞു വിടണേ. നമ്മുടെ ഹീറോക്കും വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ ഹീറോയും ആ ഒരു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണാണ്. ആ ഒരു ഷോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ലൈവ് ഷോയിൽ ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ലേ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സോ അവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതിനും മേളിലാണ് ഈ ഒരു ഷോ വലിയ രീതിയിൽ ഫാൻസൊക്കെ ആവണത്. സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ ജൂനിയറുടെ നിന്ന് കോൾ തന്നെയാണ്. സോ അതൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് പുറത്ത് ഫിയാൻസി വേറെ ഏതൊരു വലിയ ബിസിനസ് ആയിട്ട് സംസാരിക്കുന്നത് കാണുന്നത്. ഈ ഒരു ബിസിനസ്മാൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെയും അച്ഛൻ്റെ പാർട്ട്ണറായിരുന്നു. സോ നമ്മുടെ ഹീറോയുടെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു
ഇയാള് ഈ പാർട്ട്ണർഷിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്ത് വേറെ പുതിയ കമ്പനി തുടങ്ങിയത്. സോ നമ്മുടെ ഹീറോക്കും സംശയമാവണയാണ്. നമ്മുടെ ഹീറോയും ഇതിന് മുന്നേ നടന്ന ഇൻസിഡന്റ് എല്ലാം കൂടി ഇങ്ങനെ ചേർക്കുമ്പോൾ ഹീറോക്കും എന്തൊക്കെയോ ഡൗട്ട് അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി ആ പുള്ളി അറിയാതെ പുള്ളിക്കാരൻ്റെ ഓഫീസ് റൂമിൽ ഹീറോയുടെ അച്ഛൻ്റെ പേരിൽ എന്തെങ്കിലും എവിഡൻസ്, നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എവിഡൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയിലെ ഷെയർസ് ഈ ഒരു മാനേജർ ഇതേപോലെ ഫേക്ക് ആയിട്ട് വിൽക്കുന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. സോ നമ്മുടെ ഹീറോക്ക് മനസ്സിലാവണയാണ് ഈ ഒരു പുള്ളിക്കാരൻ മാനേജറോ ഒറ്റക്കല്ല ഇതേപോലെ ഹീറോയിൻ്റെ കമ്പനി കുളം തോണ്ടാൻ വേണ്ടിയിട്ടും ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്, കൂട്ടത്തിന് ഇയാളും ഉണ്ടെന്ന്. സോ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യണം. ഇതേ സമയം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു ബിസിനസ്മാൻ്റെ ഓഫീസിൽ ആരോ കയറിയ കാര്യം CCTV വഴി ഇവരും കാണുകയാണ്. സോ ഈ പുള്ളിയും ഇത് ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞാണ്. ശേഷം ന്യൂസിലാണ് കാണിക്കുന്നത്, ഓൺലൈൻ ന്യൂസിൽ ഇതേപോലെ ഹീറോയിൻ്റെ കമ്പനിയിൽ ഫേക്ക് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നത് ഇതേപോലെ മാനേജറും അതേപോലെ അവിടുത്തെ കുറച്ച് സ്റ്റാഫും ചേർന്നിട്ടാണ് ഇതേപോലെ തെളിവ് ഉൾപ്പെടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ്. സോ നമ്മുടെ ഹീറോയിന് ഇത് കണ്ടിട്ട് ആരാണിത് ചെയ്തതെന്ന് ഒന്നും അറിയത്തില്ല. നമ്മുടെ ഹീറോയിനും ഇത് ആരായിരിക്കും അപ്ലോഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് പല പോകഞ്ഞിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോഴങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് കയറി വന്നിട്ട് ഇതേപോലെ മാഡത്തിൻ്റെ ഫിയാൻസിയെയും അതായത് നമ്മുടെ മാനേജറിനെയും മാഡത്തിൻ്റെ ഫ്രണ്ടിനെയും പോലീസുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ്. സോ നമ്മുടെ ഹീറോയിനും സന്തോഷമാവണാണ്. കാരണം ഇത്ര നാൾ നമ്മുടെ ഹീറോയിനും ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്നേച്ചത്, ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി. എന്നാൽ മാത്രമല്ലേ ഹീറോയിന് ആ ഒരു എവിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതൊന്നും കിട്ടിയില്ലല്ലോ. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഹീറോയിനും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇതും കൂടി ആയപ്പോൾ ആ ഒരു ബിസിനസ്മാൻ ആണെങ്കിലും വളരെയധികം ദേഷ്യം തന്നെയാണ്. നമ്മുടെ ഹീറോ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയായിരുന്നു. സോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ആളുകളെ വെച്ച്. നമ്മുടെ ഈ ഒരു ആളുകളും ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തതിനു ശേഷം ഫോട്ടോ എടുത്തിട്ട് ഹീറോക്ക് അയച്ചു കൊടുത്തിട്ട് ഇവളെ വേണമെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞാണ്. നമ്മുടെ ഹീറോയുടെ ഭാഗ്യം അവിടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾ മാത്രമായിരുന്നു. സോ അവനെ നമ്മുടെ ഹീറോ അടിച്ചിട്ടിട്ട് ഹീറോയിനെ രക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല. സോ നമുക്കൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ ഹീറോയുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയില്ല ഓർമ്മ ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട്. ആ ഒരു റൂമിലേക്ക് ഹീറോയിനാണെങ്കിൽ ഹീറോയും കൊണ്ട് വന്നേക്കുവാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിനും ഹീറോ ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തട്ടിക്കൊണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ, അവർ ഹീറോയെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കേട്ടിട്ട് ഹീറോയിന് മനസ്സിലാക്കിയേക്കാണ്. ശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറഞ്ഞാണ് ഇത്ര നാൾ നീ എന്തുകൊണ്ടാണ് ഈ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഫേക്ക് ആയിട്ടുള്ളൊരു രൂപം ധരിച്ചെന്നും നമ്മുടെ ഹീറോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ നീ നിൻ്റെ അച്ഛനും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ എനിക്ക് അങ്ങനെ ഒരു വിചാരണ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് വന്ന് സംസാരിക്കണേ. അപ്പോൾ ഹീറോയിനാണെങ്കിൽ നീ ഇപ്പോൾ ഞങ്ങളുടെ മേളിലുള്ള സംശയമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മാറി. കാരണം ആ ഒരു മാനേജറാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ആ ഒരു ബിസിനസ്മാനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മേലിൽ ഇപ്പോൾ ഒരു ഡൗട്ട് ഇല്ലെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും നിന്നോട് ഇനി തുടർന്ന് പോകാൻ സാധിക്കത്തില്ല. നീ എൻ്റെ PA ആയിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. പക്ഷേ നീ എന്നെ വിശ്വാസവഞ്ചന ചെയ്തു. നീ ഈ ഒരു കാരണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കൂടി തന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത് നിന്നാൽ ശരിയാവത്തില്ല എന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ നിന്നെ ലവ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ കിസ് ചെയ്യുന്നതാണ്. സോ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീറോയിൻ്റെ അച്ഛൻ്റെ PAയുടെ അടുത്ത് നിന്ന് ഹീറോയിന് കോൾ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ബിസിനസ്മാൻ്റെ ആളാണ് ഇതേപോലെ നമ്മുടെ ഈ ഒരു PA അടിച്ചിട്ട് കെട്ടിയിട്ടിട്ട് ഫാമിലി ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഹീറോയിനെ വിളിപ്പിക്കുന്നത്. സോ ഇങ്ങേരും വേറെ വഴിയില്ലാതെ ഹീറോയിനെ വിളിച്ചിട്ട് മോളെ നീ എവിടെയാണ്, സേഫാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിനും ഇതേപോലെ എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഓഫീസിൽ ഞങ്ങൾ മറിഞ്ഞിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞാണ്. സോ അവർക്കും വഴി കിട്ടിയല്ലോ. നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇതേ സമയം ഒരു പെൺഡ്രൈവ് ഇട്ടാണ്. ആ പെൺഡ്രൈവിലാണെങ്കിൽ ബിസിനസ്മാൻ ഹീറോയുടെ അച്ഛനെ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് തള്ളിയിടുന്ന വീഡിയോ എല്ലാം എടുത്ത് കണ്ട് ദേഷ്യപ്പെട്ട് ഹീറോ ആണെങ്കിലും ആ ബിസിനസ്മാനെതിരെ പണി കൊടുക്കാൻ വേണ്ടി പോണ സമയത്ത് അവരും അങ്ങോട്ടേക്ക് കയറുവാനാണ്. സോ നമ്മുടെ ഹീറോയിന് മനസ്സിലാവണയാണ് ഇവർ എന്തെങ്കിലും ഒരു പണിയൊപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൽ നൈസായിട്ട് ലൈവ് ക്യാമറ ഓൺ ആക്കി വെക്കണാണ്. നമ്മുടെ ഹീറോയും ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നിനക്കൊന്നും ഒരു നാണമില്ല, അത്രക്ക് നാണം ഉണ്ടെങ്കിൽ ഇത്രത്തോളം വിശ്വസിച്ച് ഒരാൾ പാർട്ട്ണർഷിപ്പ് ഇടുമ്പോൾ അവരെ ചതിച്ച് കമ്പനി സ്വന്തമാക്കാൻ നോക്കുക. അതേപോലെ തന്നെ എൻ്റെ അച്ഛനെ ബാൽക്കണിയിൽ നിന്ന് തള്ളിടാൻ പോവുക. അതേപോലെ ഹീറോയിൻ്റെ അച്ഛനെ കാർ ആക്സിഡൻ്റ് ആയി കൊല്ലാൻ പോകാന്നെല്ലാം പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഇങ്ങനെ ചുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇയാളും നമ്മുടെ ഈ മലയാള പടത്തിലൊക്കെ പഴയ വില്ലന്മാരൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ, അതേപോലെ ചിരിച്ചിട്ട് എന്ത് ചെയ്യാനാ, വലിയൊരു ബിസിനസ്മാൻ ആവണമെങ്കിൽ ഇതേപോലെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഗതി വരാനുണ്ടെങ്കിൽ ആ ഒരു എവിഡൻസ് എനിക്ക് തന്നേക്കാൻ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ ആ ഒരു എവിഡൻസ് തരാം,
ബട്ട് ഞങ്ങളെ രണ്ടുപേരെയും ജീവനോടെ വിടണം എന്ന് പറയുമ്പോൾ അയാളും ഓക്കെ പറഞ്ഞാണ്. നമ്മുടെ ഹീറോയും എവിഡൻസ് കൊടുക്കുന്നതാണ്. എവിഡൻസ് കൈ കിട്ടിയപ്പോൾ തന്നെ അയാളാണെങ്കിൽ അവരുടെ കഥ അങ്ങ് തീർത്തേക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് തന്നെയാണ്. പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇവിടെ നടന്ന ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. സോ ഇയാൾ എന്നെ കുറ്റമല്ല ഏറ്റു പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പോലീസാണെങ്കിൽ ഇവരെ പിടിച്ചോണ്ട് പോണേണ്. അതിനുശേഷം അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ നമ്മുടെ ഹീറോയിൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു വലിയ ആപത്തെല്ലാം മാറി ഹീറോയിൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയെ ഇപ്പോഴും ഹീറോയിൻ്റെ ഒപ്പം ഇതേപോലെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നതാണ്. അവർ ഓഫീസിൽ വെച്ച് തന്നെ പ്രണയിക്കുന്നു, കിസ് ചെയ്യുന്നു എന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു മിനി ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഡ്രാമ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു ഡ്രാമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നാളെ ഒരു പുതിയ സീരീസായിട്ട് നിങ്ങളെ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു പുതിയ സീരീസായിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.